Hey, good morning. കേൾക്കാവോ നിങ്ങൾക്ക്? ഹലോ ഹലോ കേൾക്കാവോ? യെസ്, ഓഡിബിൾ ആണ്, കേൾക്കാം. ഓക്കെ, ശരി. ബാക്കി പോർഷൻസ് എടുക്കാം. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ടീച്ചർ. കേൾക്കാമോ? ഓക്കെ, കേൾക്കാം ടീച്ചർ. ശരി ശരി. ഓക്കെ. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് അവർ we discuss about beam penetration and shadow mask technique അല്ലേ? കളർ CRTസിലെ ബീം പെനട്രേഷൻ ആൻഡ് ഷാഡോ മാസ്ക് ടെക്നിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ ഇനി അടുത്തൊരു ടെക്നിക്ക് പറയുന്നത് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് ആണ്. ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ്. സിസ്റ്റം സ്റ്റക്ക് ആയിരിക്കും, ഒരു മിനിറ്റ്. ഓക്കെ, ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ്സ്. അപ്പോൾ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ്സിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു റിഫ്രഷ് ദ സ്ക്രീൻ ടു മെയിൻറ്റെയിൻ എ സ്ക്രീൻ ഇമേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ CRT, ഇൻ ദ കേസ് ഓഫ് നോർമൽ CRT എവറി ടൈം റിഫ്രഷിങ് ഒക്കേഴ്സ്. ഇപ്പോൾ റിഫ്രഷ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിഫ്രഷ് ബഫർ ഉണ്ട്. അപ്പോൾ റിഫ്രഷ് ബഫർ അനുസരിച്ച് റിഫ്രഷിങ് ഈച്ച് ടൈം, ഓരോ സമയവും പിക്ചർ വന്ന് പതിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും റിഫ്രഷ് ചെയ്തു, പിക്ചർ ഡെഫിനിഷനിൽ പോയി. പിക്ചർ ഡെഫിനിഷനിലാണ് പിക്ചർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിക്ചറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നെക്സ്റ്റ് പിക്ചർ ക്യാപ്ചർ ചെയ്തു, വീണ്ടും പിക്ചർ വന്ന് പതിക്കുന്നു. അങ്ങനെയാണ് നോർമൽ CRTയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് we do refreshing the screen. The screen is inside the CRT. CRTക്ക് ഉള്ളിൽ തന്നെ എന്താണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. അത് ഇലക്ട്രോൺ ഗൺ ആണ് സ്റ്റോറേജ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഹിയർ there are 2 electron guns are present. 2 electron guns ഉണ്ട്. അപ്പോൾ ഈ 2 electron ഗൺസിലെ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പ്രൈമറി ഇലക്ട്രോൺ ആൻഡ് സെക്കൻഡറി ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഫ്ലഡ് ഗൺ എന്ന് പറയും. പ്രൈമറി ഗൺ ആൻഡ് ഫ്ലഡ് ഗൺ. അപ്പോൾ പ്രൈമറി ഗൺ എന്ത് ചെയ്യും? സ്റ്റോർസ് ദ പിക്ചർ പാറ്റേൺ ആൻഡ് ഫ്ലഡ് ഗൺ മെയിൻറ്റെയിൻസ് ദ പിക്ചർ ഡിസ്പ്ലേ. ഇപ്പോൾ 2 type of guns. Here we use 2 type of guns, primary gun and flood gun. Primary gun stores the picture pattern and flood gun maintains the picture display. So primary gun emits high speed electrons which strike on the storage grid to draw the picture pattern.
As electron beam strikes on the storage grid with high speed, it knocks out electrons from the storage grid, keeping the negative net positive charge. Knockout electrons are attracted towards the collector. So, picture നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. CRT എങ്ങനെയാണ്? 2 types of guns, primary gun and flood gun. Then there is a writing beam. അപ്പം പ്രൈമറി ഗണ്ണിൽ നിന്ന് പോകുന്ന എന്താണ്, പ്രൈമറി ഗണ്ണിലാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പ്രൈമറി ഗണ്ണിൽ നിന്ന് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നു. അതനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ഈ കറസ്പോണ്ടിങ് കളക്ടറിൽ ഇൻ ദ ഫോം ഓഫ് ചാർജിന്റെ ഫോർമാറ്റിൽ എന്ത് ചെയ്യും? കളക്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതനുസരിച്ചാണ് ഫ്ലഡ് ഗൺസ് വഴി ഇലക്ട്രോൺസ് ഫ്ലഡ് ചെയ്യുന്നു. ദെൻ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഫോക്കസിങ് ആൻഡ് ഡിഫ്ലക്ഷൻ സിസ്റ്റം കറസ്പോണ്ടിങ് ഇലക്ട്രോൺസിനെ സ്ക്രീനിലോട്ട് കൊണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും പർപ്പസ് ആണ് ഇവിടെ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബിൽ വരുന്നത്. വ്യത്യാസം വരുന്ന ഇത്രേ ഉള്ളൂ. 2 types ഓഫ് ഗൺസ് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലഡ് ഗൺ ആൻഡ് പ്രൈമറി ഗൺ. ഇപ്പോൾ പ്രൈമറി ഗണ്ണിൽ നിന്ന് പിക്ചർ ഡെഫിനിഷൻ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നു. അതനുസരിച്ച് റൈറ്റിംഗ് ബീമിലോട്ട്, അതായത് ഫ്ലഡ് ഗൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീംസ് ആർ റൈറ്റ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസ് ആർ എമിറ്റഡ്. ഇലക്ട്രോൺ ബീംസ് എമിറ്റ് ചെയ്യുന്നു. അതനുസരിച്ച് പിക്ചേഴ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഓരോ പിക്ചേഴ്സ് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പിക്ചർ ഡെഫിനിഷനിൽ പോകും. പിക്ചർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറി ഗണ്ണാണ്. പ്രൈമറി ഗണ്ണിലാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാണ്? ഫ്ലഡ് ഗണ്ണിലാണ്. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം തിയറി പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ സ്ക്രീൻ ഇമേജ്. ഇറ്റ് യൂസസ് ദ സ്റ്റോറേജ് ഗ്രിഡ്. ഇപ്പോൾ സ്റ്റോറേജ് ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് സ്റ്റോർസ് ദ പിക്ചർ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ചാർജ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. ഇപ്പോൾ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ദർ ഇസ് എ സ്റ്റോറേജ് ഗ്രിഡ്. സ്റ്റോറേജ് ഗ്രിഡ് ആണ് കളക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ദർ ഇസ് ചാർജ് സ്റ്റോർഡ് ഹിയർ. അപ്പോൾ ചാർജ് ഇൻ ദ ഫോം ഓഫ് ചാർജ് ആയിട്ടാണ് സ്റ്റോറേജ് ഗ്രിഡിൽ സ്റ്റോർ ചെയ്യുന്നത്. And it consists of 2 guns, primary gun and flood gun. Primary gun stores the picture pattern and flood gun maintains the picture display. Primary gun emits high-speed electrons which strike on the storage grid to draw the picture pattern. So storage grid il vannu strike cheyunu, then in order to draw the picture pattern. As electron beam strikes on the storage grid with high speed, it knocks out electrons from the storage grid, keeping the net positive charge. Positive charge ആയിട്ട് വന്നിട്ട് പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നു. The knocked out electrons are attracted towards the collector. The net positive charge on the storage grid is nothing but the picture pattern. അപ്പോൾ ഈ നെറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ജസ്റ്റ് പിക്ചർ പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ നെറ്റ് പോസിറ്റീവ് ചാർജ് ആയിട്ട് വരുന്നത്. The continuous low speed electrons from flood gun pass through the control grid and are attracted to the positive charged area of the storage grid. അപ്പോൾ സ്റ്റോറേജ് ഗ്രിഡിലെ പോസിറ്റീവ് ചാർജ്ഡ് ഏരിയ, ഇപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോറേജ് ഗ്രിഡിൽ പിക്ചർ പാറ്റേൺ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്, ഫ്ലഡ് ഗണ്ണിൽ നിന്ന് വരുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് സ്റ്റോറേജ് ഗ്രിഡിൽ വന്ന് നോക്കൗട്ട് ചെയ്യുന്നു. സ്റ്റോറേജ് ഗ്രിഡിൽ വന്ന് പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അതിലെ പോസിറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് പിക്ചറായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബിന്റെ വർക്കിംഗ്. ഇപ്പൊ റിഫ്രഷിംഗ് നടക്കാൻ അധികം ടൈം എടുക്കില്ല, ഈസിലി ടേക്സ് പ്ലേസ്. കാരണം പ്രൈമറി ഗണ്ണിൽ നിന്ന് വന്നിട്ട് പിക്ചർ ഡെഫിനിഷൻ അനുസരിച്ചാണ് അതിന്റെ പിക്ചർ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? റിഫ്രഷിംഗ് ഓഫ് CRT is not required. Very complex pictures can be displayed at very high resolution without flickering. അപ്പോൾ ഫ്ലിക്കറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വെരി കോംപ്ലക്സ് പിക്ചേഴ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ് അറ്റ് വെരി ഹൈ റെസൊല്യൂഷൻ ആൻഡ് ഫ്ലാറ്റ് സ്ക്രീൻ. Then disadvantage എന്താണ്? They do not display color and are available with single level of line intensity. അപ്പോൾ സിംഗിൾ ലെവൽ ലൈൻ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് പോകുന്നത്. സോ they do not display color. Only black and white images are displayed here. Then erasing. There is main disadvantage എന്ന് പറയുന്നത് ഇറൈസിങ്ങിന്റെ ടേംസിലാണ്. For erasing, it is necessary to removal of charge on the storage grid. So erasing and redrawing process takes several seconds. Erasing selective part of the screen cannot be possible. Cannot used for dynamic graphics applications. As an erasing, it produce unpleasant flash over entire screen. സോ ഇത്രയും പറയുന്നത് ഇറൈസിങ്ങിന്റെ പാർട്ടാണ്. ഇപ്പൊ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഇറൈസിങ് പറയണം. കാരണം ഇറൈസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ നോർമൽ CRTയിൽ ഇറൈസിങ് ചെയ്യുമ്പോൾ, അതായത് ഇമേജ് ഇറൈസ് ചെയ്യുമ്പോൾ ദെൻ പിക്ചർ ഡെഫിനിഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് പോർഷൻ ഓഫ് ദ പിക്ചർ. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ ഓഫ് ദ പിക്ചർ ഇറൈസ് ചെയ്യുന്ന പാർട്ട് മാത്രമേ അവിടെ ഇറൈസ് ആവുന്നുള്ളൂ, എൻ്റയർ സ്ക്രീൻ ഇറൈസ് ആവുന്നില്ല. അപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസറി ടു റിമൂവൽ ഓഫ് ചാർജ് ഓൺ ദ സ്റ്റോറേജ് ഗ്രിഡ്. സ്റ്റോറേജ് ഗ്രിഡിൽ നിന്ന് ആ ചാർജ് റിമൂവൽ ആണ് അവിടെ നടക്കുന്നത്.
സോ ഇറേസിങ് ആൻഡ് റീഡ്രോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം കംപ്ലീറ്റ്ലി ചാർജ് റിമൂവ് ആവും. അപ്പൊ ഇറേസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ആ ചാർജ് റിമൂവ് ആവും. അതനുസരിച്ച് പിക്ചർ എലമെന്റ് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇറേസ് ആവുകയാണ്. അപ്പം എൻറ്റയർ ഇറേസിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഏതില്? DVST-യില്. Erasing selective parties cannot be possible. The selective part of the image erasing cannot be possible in this direct view storage too. Cannot be used for അപ്പൊ അതുകൊണ്ട് തന്നെ cannot be used for dynamic graphics application. അപ്പൊ dynamic graphic application കേസ് വരുമ്പോൾ erasing difficult ആയതുകൊണ്ട് തന്നെ it is also difficult. It cannot be used in dynamic graphics application. It has poor contrast as a result of the comparatively low accelerating potential applied to the flood electrons. ഇപ്പോൾ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൂവർ കോൺട്രാസ്റ്റിംഗ് ഫീച്ചർ ആണ്. ബിക്കോസ് ലോ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ് ഫ്ലഡ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ബീം പറയുവാണെങ്കിൽ ബീം ഹൈ സ്പീഡ് ബീമും ഉണ്ട്, ലോ സ്പീഡ് ബീമും ഉണ്ട്. ഹൈ സ്പീഡ് ബീം എന്ന് പറയുന്നത് ഈ കേസിൽ പ്രൈമറി ഗൺ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലഡ് ഗൺ ആണ് ലോ സ്പീഡ് ബീം ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലോ സ്പീഡ് ബീം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോൺ അനുസരിച്ചാണ് ഹൈ സ്പീഡ് ബീം, അതായത് പ്രൈമറി ഇലക്ട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുവർ കോൺട്രാസ്റ്റ് ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നത്. Then the performance of DVST is somewhat inferior to the refresh CRT. അതുകൊണ്ട് തന്നെയാണ് refresh CRT കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പെർഫോമൻസും ലോ ആണ്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് DVST. ഓക്കെ, ഇപ്പോൾ DVST പറയുകയാണെങ്കിൽ റിഫ്രഷിംഗ് വേണ്ട, അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. റിഫ്രഷിംഗ് കാരണം പ്രൈമറി ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഗൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ പിക്ചർ ഡെഫിനിഷൻ ഓൾറെഡി സ്റ്റോർഡ് ദെയർ. ബട്ട് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറൈസിംഗ് പോർഷൻ, ഇറൈസിംഗ് എൻറ്റയർ പാർട്ട് ഓഫ് ദ പിക്ചർ ഈസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കേസ്. ഓക്കെ, this is the main disadvantage. So erasing selective part is not possible, so we cannot be used for dynamic graphics applications. Okay, dynamic graphic applications is not suitable. So it has also poor quality and the performance is very low here. Okay, this is direct view storage tubes. Next, very important, flat panel display. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും നിങ്ങൾ റാസ്റ്റർ സ്കാൻ, റാൻഡം സ്കാൻ, CRT, ഈ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഫാക്ടറാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. ഓക്കെ, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ദ ടേം ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ refers to a class of video device that have reduced volume, weight and power requirement compared to CRT. അപ്പോൾ have reduced volume, weight and power requirement. So flat panel display refers to a class. It is a type of video device that has having reduced volume, weight and power requirement as compared to CRT. As flat panel display is thinner than CRT, we can hang them on walls or wear on our wrist. Since we can even write on some flat panel displays, they will soon be available as pocket notepads. അറിയാവുന്ന ഫാക്ടർ ആണ്. Then we have to divide the flat panel display into 2, emissive displays and non-emissive displays. Okay, there are 2 main types of flat panel displays, emissive as well as non-emissive displays. In the case of emissive display, emitters or emissive display, these are devices that convert electrical energy to light. Okay, electrical energy which is converted to light energy or light. Example, plasma panel, thin film electroluminescent display, light emitting diode, LEDs, etc. In the case of non-emissive display, these are devices which use optical effects to convert sunlight or light from other source into graphics patterns. So here light energy is converted to graphical patterns. Okay, here light energy is converted to graphical patterns in the case of non-emissive displays. Okay, so flat panel display is a device that has device having reduced volume, weight and power requirement as compared to CRT. And flat panel display is divided into 2 categories, emissive as well as non-emissive. In the case of emissive display, here it is used to convert electrical energy to light energy. Example, plasma panel, thin film electroluminescent displays and light emitting diodes. In the case of non-emissive display, these are devices to convert sunlight
or light from other source into graphical patterns using some optical effects. Example, LCD, liquid crystal display, LCD. Next, plasma panel displays. ഇപ്പോൾ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാനുണ്ട്. Plasma panel displays എങ്ങനെയാണ്? This is also called gas discharge displays. Plasma panel displays also called gas discharge displays. So it is constructed by filling the region between two glass plates with a mixture of gases that usually neon gas is used here. Okay, so plasma panel display എങ്ങനെ construction വരുന്നത്? Two glass plates are there. Two glass plates. രണ്ട് സൈഡിലും two glass plates. In between, gas is filled there. In between, gas is filled here. Here gas is, neon gas is used. A series of vertical conducting ribbons is placed on one glass panel and a set of horizontal ribbon is built into another glass panel. So there are two ribbons are there, vertical conducting ribbons and horizontal ribbon. Okay, one glass plate having vertical conducting ribbon. ഇവിടെ എന്താണ് vertical conducting ribbon ആണ്. സെക്കൻഡ് ഗ്ലാസ് പ്ലേറ്റ്സിൽ ഹൊറിസോണ്ടൽ കണ്ടക്ടിങ് റിബൺ ആണ് വരുന്നത്. ഓക്കെ, vertical conducting ribbon and horizontal conducting ribbon. Then firing voltage is applied to a pair of horizontal and vertical conductors, cause the gas at the intersection of two conductors to break down into glowing plasma of electrons and ions. So when we fire voltage apply ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The pair of vertical and horizontal ribbons, horizontal conductors, cause the gas at the intersection of two conductors to break down into glowing plasma of electrons and ions. അപ്പോൾ ഈ ഗ്യാസുമായിട്ട് ഇന്റർസെക്ഷൻ പോർഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. അപ്പോൾ പ്ലാസ്മ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. പ്ലാസ്മ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ഇൻറ്റു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. Picture definition is stored in the refresh buffer. Here refresh buffer is there and picture definition is stored there, and the firing voltages are applied to this to refresh the picture positions. Picture positions refresh ചെയ്യാൻ വേണ്ടിയിട്ട് firing voltage apply ചെയ്യുന്നുണ്ട് 60 times per second. Alternating current methods are used to provide faster application of firing voltages and thus brighter displays. Separation between pixels is provided by the electric field of conductors. These are all the features of this plasma panel display. അപ്പോൾ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? It consists of two glass plates. In these two glass plates there are two conductors are there. One is vertical conductors and other is horizontal conductors. When voltage is applied, the both these conductors are intersect and ions and electrons are formed with the help of gas. Here neon gas is used. Okay. Filling the region. Here the region is filled by using gas and neon gases used here. And during the intersection of two conductors, it break down into glowing plasma of electrons and ions. അപ്പോൾ glowing plasma of electrons and ions ആയിട്ട് പാസ് ചെയ്യുമ്പോഴാണ് പിക്ചർ ഫോർമേഷൻ ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്ലാസ്മ പാനൽ ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യുന്നത്. So the picture consists of ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. There is a two glass plates are there. Then there is a phosphor coating screen. In between there is neon gas is filled here. Conductors, two conductors are there. One is horizontal. One glass plate contains horizontal conductor and other glass plate contains vertical conductors. അപ്പോൾ intersect ചെയ്യുമ്പോൾ phosphor coating intersect ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Glowing electrons and ions are formed. അപ്പോൾ അങ്ങനെയാണ് picture formation occur ചെയ്യുന്നത് in the case of plasma panels display. Okay, this is about plasma panel display. റിഫ്രഷ് ബഫറിൽ ഒക്കെ ചെയ്യുന്ന റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 60 times per second ആണ്. 60 times per second. ഇത്രേ ഉള്ളൂ പ്ലാസ്മ പാനൽ. നെക്സ്റ്റ് തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെന്റ് ഡിസ്പ്ലേ. അപ്പോൾ പ്ലാസ്മ പാനൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ വരുന്നതാണ്? എമിസീവ് ഡിസ്പ്ലേയിൽ വരുന്നതാണ്. എമിറ്റർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എമിറ്റർ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. എമിസീവ് ഡിസ്പ്ലേയിൽ വരുന്നതാണ് പ്ലാസ്മ പാനൽ ഡിസ്പ്ലേ. നെക്സ്റ്റ് തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെന്റ് ഡിസ്പ്ലേ. തിൻ ഫിലിം
electroluminescent display. It is similar to plasma panel display, but region between glass plates is filled with phosphors such as zinc sulfide doped with magnesium instead of gas. അപ്പോൾ പ്ലാസ്മ പാനലിലെ ഗ്യാസ് പോർഷൻ അതായത് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് പകരം എന്താണ് ഫില്ല് ചെയ്യുന്നത്? ഫോസ്ഫേഴ്സ് ആണ് ഫില്ല് ചെയ്യുന്നത് സച്ച് ആസ് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മെഗ്നീഷ്യം. അതാണ് ഫില്ലിംഗ് വരുന്നത്. When sufficient voltage is applied, phosphorus becomes a conductor in area of intersection of two electrode. നേരത്തെ പറഞ്ഞ പോലെ തന്നെ area of intersection of two electrode അതിന്റെ conductors ആയിട്ട് ആക്ട് ചെയ്യും phosphorus. Electrical energy is then absorbed by manganese atoms, which then release the energy as a spot of light, similar to glowing plasma effect. Glowing plasma effect പോലെ തന്നെ ഇവിടെ manganese atomsന്റെ absorption ആണ് നടക്കുന്നത്. Electric energy is then absorbed by manganese atoms, then release the energy as the spot of light ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റടുത്ത് glowing plasma effect ആണ് അവിടെ നടക്കുന്നത്. It requires more power than plasma panel. ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് more power requirement ആണ് than plasma panel. In this, good color and grayscale difficulty to achieve. Good color and grayscale difficulty എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റും ഏത് തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെന്റ് ഡിസ്പ്ലേസിൽ. ഓക്കെ, ഫിഗർ വന്നിട്ടുണ്ട്. ഫിഗർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് ടു ഗ്ലാസ് പ്ലേറ്റ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ ഫോസ്ഫർ കോട്ടിംഗ്. ഇവിടെ ഫോസ്ഫേഴ്സ് ആണ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിങ്ക് ഫോസ്ഫർ അല്ലേ, സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മെഗ്നീഷ്യം ആണ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്യാസിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇനി ടു കണ്ടക്ടേഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ്. വെൻ ദ ഡ്യൂറിംഗ് ഇന്റർസെക്ഷൻ പാർട്ട് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് ദെൻ അബ്സോർബ്ഡ് ബൈ മാംഗനീസ് ആറ്റംസ് ആൻഡ് ദെൻ റിലീസ് എനർജി ആസ് ദ സ്പോട്ട് ഓഫ് ലൈറ്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് തിൻ ഫിലിം. ഇറ്റ് ഈസ് ഓൾസോ ആക്ട് ആസ് എമിറ്റർ. എമിസീവ് ഡിവൈസ് ആണ് തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെന്റ് ഡിസ്പ്ലേസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആക്ട് ആസ് എമിറ്റർ. എമിസീവ് ഡിവൈസസിൽ രണ്ടെണ്ണം പറഞ്ഞു, പ്ലാസ്മ പാനലും തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെന്റ് ഡിസ്പ്ലേസ്. നെക്സ്റ്റ് വൺ LED ആണ്. എമിറ്റീവ് ഡിവൈസിലെ തേർഡ് എക്സാമ്പിൾ LED. LED എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇൻ LED ഡയോഡ്സ്, മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഡയോഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. Metrics of diodes are used here, which is arranged to form the pixel positions in the display. The picture definition is stored in the refresh buffer. Okay, നേരത്തെ പോലെ തന്നെ refresh bufferൽ picture definition store ചെയ്യുന്നുണ്ട്. Information is read from refresh buffer and converted to voltage levels that are applied to the diodes to produce the light patterns in the display. ഇപ്പോൾ ഇവിടെ ഡയോഡ്സ്, അതായത് മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഡിഫറൻസ്. മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് പിക്സൽ പൊസിഷൻസ് എന്താണ് ഫോം ചെയ്യാനായിട്ട്. ദ പിക്ചർ ഡെഫിനിഷൻ റിഫ്രഷ് ബഫറിൽ ദർ ഇസ് എ റിഫ്രഷ് ബഫർ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ പിക്ചർ ഡെഫിനിഷൻ ആൻഡ് ഇൻഫർമേഷൻ ഈസ് റീഡ് ഫ്രം ദ റിഫ്രഷ് ബഫർ വിച്ച് ഈസ് കൺവേർട്ടഡ് ടു വോൾട്ടേജ് ലെവൽസ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ഡയോഡ്. അപ്പോൾ ഡയോഡിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ലെവൽസിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. That are applied to diodes to produce the light patterns in the display. ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഒക്കെ. അപ്പോൾ ഇത് വരുന്ന എവിടെയാണ്? എമിസീവ് ഡിസ്പ്ലേയിൽ വരുന്നതാണ്. എമിസീവ് ഡിസ്പ്ലേ, എമിറ്റർ പോർഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പം മൂന്നെണ്ണം പറഞ്ഞു. പ്ലാസ്മ പാനൽ, തിൻ ലൂമിനസെന്റ്, അതായത് തിൻ ഫിലിം ലൂമിനസെന്റ്, ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. സെക്കൻഡ് പാർട്ട് ഏതാണ്? നോൺ എമിസീവിൽ വരുന്ന പാർട്ടാണ്. നോൺ എമിസീവിൽ വരുന്ന പാർട്ടാണ് ഏത്? ലിക്വിഡ് ക്രിസ്റ്റൽ, നോൺ എമിസീവ്. ശ്രദ്ധിച്ചോളണം. നോൺ എമിസീവ് എന്ന് പറഞ്ഞാൽ വിച്ച് കൺവേർട്സ് ലൈറ്റ് എനർജി ടു ഗ്രാഫിക്കൽ പാറ്റേൺസ് ലൈറ്റ് യൂസിങ് സം ഓപ്റ്റിക്കൽ സോഴ്സസ്. അപ്പോൾ ഇവിടെ നോൺ എമിസീവ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിക്കൽ പാറ്റേൺസ്, അതായത് ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന സോഴ്സ് ആണ്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ സ്മോൾ സിസ്റ്റംസ് സച്ച് ആസ് കാൽക്കുലേറ്റർ ആൻഡ് ലാപ്ടോപ്പ്. പിന്നെ എന്താണ്? ഹിയർ പോളറൈസേഷൻ ഈസ് ദെയർ. ഇതിന്റെ ഫിഗർ ഒന്ന് പറഞ്ഞേക്കാം. ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ദർ ഇസ് സ്ട്രക്ചർ പറയുവാണെങ്കിൽ പോളറൈസർ ഈസ് ദെയർ, അതായത് ദർ ആർ ടു പോളറൈസർ. ഇപ്പൊ ഗ്ലാസ് പ്ലേറ്റ്സ് പറഞ്ഞ പോലെ തന്നെ പോളറൈസർ പോർഷൻ ഉണ്ട്. അതുപോലെ ദർ ഇസ് എ ട്രാൻസ്പാരന്റ് കണ്ടക്ടർ,
Then in between this transparent conductor, there is a liquid crystal portion, pneumatic liquid crystal. Okay, in LCD, pneumatic liquid crystal is used here. Okay, pneumatic liquid crystal, that's the most important thing. So there are two polarizers and transparent conductors, and between there is pneumatic liquid crystal. ഈ pneumatic liquid crystalന്റെ ബേസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഓൺ സ്റ്റേറ്റ് വരുമ്പോൾ പോളറൈസറിനും പ്രത്യേകതയുണ്ട്. ഹൊറിസോണ്ടൽ പോളറൈസർ ആൻഡ് വെർട്ടിക്കൽ പോളറൈസർ. അപ്പോൾ ഇവിടെ പോളറൈസർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പോളറൈസർ ആണ്. അതുപോലെ ഇവിടുത്തെ കേസിൽ ഹൊറിസോണ്ടൽ പോളറൈസർ ആണ് വരുന്നത്. അപ്പോൾ വെൻ ഓൺ സ്റ്റേറ്റ് വരുമ്പോൾ പവർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പോളറൈസർ വഴി ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റലിൽ എത്തും. ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ വഴി ലൈറ്റ് എന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്യും. ലൈറ്റ് എന്ന് പറയുന്നത് വൈബ്രേഷൻ, അതായത് ട്വിസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് അതൊരു ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ആയിട്ട് മാറും. ഇപ്പോൾ പോളറൈസർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പോളറൈസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ വൈബ്രേഷൻ. അതുപോലെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ആണ് ലൈറ്റിന്റെ ഫോമാറ്റ്. അപ്പോൾ ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ ട്വിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഓൺ സ്റ്റേറ്റ് വരുന്നത്. ഓൺ സ്റ്റേറ്റിൽ ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ആയിട്ട് മാറിയിട്ട് ഹൊറിസോണ്ടൽ വൈബ്രേഷനെ ഈ ഹൊറിസോണ്ടൽ പോളറൈസർ വഴി പാസ് ചെയ്യും. ഇപ്പോൾ വെർട്ടിക്കൽ പോളറൈസർ ഓൺലി പാസ് വെർട്ടിക്കൽ വൈബ്രേറ്റർ. ഓക്കെ, ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ വൈബ്രേറ്റർ. അതാണ് വെർട്ടിക്കൽ വൈബ്രേഷൻ വഴിയാണ് വെർട്ടിക്കൽ വൈബ്രേറ്ററിൽ ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റലും വെർട്ടിക്കൽ ആയിട്ട് പോകും. ദെൻ അത് ട്വിസ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ആയിട്ട് മാറിയിട്ട്, അപ്പോൾ ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ഷുഡ് ബി പാസ്ഡ് ഇൻ ഹൊറിസോണ്ടൽ പോളറൈസർ ഇൻ ദ ഫോം ഓഫ് എന്താണ് പിക്ചേഴ്സ് ആയിട്ട്, എന്താണ് ഡിസ്പ്ലേ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഓൺ സ്റ്റേറ്റിൽ നടക്കുന്നത്. ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വെർട്ടിക്കൽ പോളറൈസർ എന്താ ചെയ്യുന്നത്? വെർട്ടിക്കൽ പോളറൈസർ ഇപ്പോൾ ഓഫ് സ്റ്റേറ്റ് ആണ്. സോ there is nothing happen here. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ പോളറൈസർ ഇവിടെ ന്യൂമാറ്റിക് ക്രിസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാലും ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ സ്റ്റഡി സ്റ്റേറ്റ്. അവിടെ ട്വിസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല. സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? പോളറൈസറിൽ എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ വെർട്ടിക്കൽ പോളറൈസർ ആണ്. സോ ഇവിടെ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ പോളറൈസർ ആണ്. അപ്പോൾ അവിടെ കൺവേർഷൻ നടക്കുന്നില്ല. അപ്പോൾ വെർട്ടിക്കൽ പോളറൈസറിനെ ഇതിങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? അലോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നില്ല, ബ്ലാങ്ക് ആയിരിക്കും. സോ അതാണ് ഓഫ് സ്റ്റേറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയർ ആണ് LCDയിലും ശ്രദ്ധിക്കേണ്ടത്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഓൺ സ്റ്റേറ്റ് ആൻഡ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ദർ മസ്റ്റ് ബി ടു പോളറൈസർ പോർഷൻ, horizontal and vertical, and two conductors, transparent conductors. In between there is pneumatic liquid crystal. When voltage applied, അപ്പോൾ വോൾട്ടേജ് ഓൺ സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും vertical polarizer pass the vertical vibration of light, and when voltage applied, pneumatic liquid crystal changes or twisting takes place and changes to horizontal vibration, and horizontal vibration is passed in horizontal polarizer. Okay, ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈം കുറച്ച് ലാഗ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് എടുത്തോളാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിൽ വരുന്നത്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ കുറച്ചും കൂടെ പറയാനുണ്ട്, അത് ഞാൻ എടുത്തോളാം. ഓക്കെ, ഒരു മിനിറ്റ്, ആരൊക്കെയാണ് പ്രസന്റ് എന്ന് നോക്കട്ടെ. എത്ര പേര് പ്രസന്റ് ആണ്? 42 അല്ലേ? 42 പ്രസന്റ് ആണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ശരി, ലീവ് ചെയ്തോളൂ.
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. താങ്ക് യു. മിസ്സേ റോൾ നമ്പർ 20% ആണേ. 20 ആണോ? സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു. അല്ല, ഞാൻ നെറ്റ് ജസ്റ്റ് കട്ടായിട്ട് ഞാൻ റീജോയിൻ ചെയ്ത. ഓക്കെ.